ഇല്ലാതെ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളുമായി ഇറങ്ങിയപ്പോൾ ഇപ്പം അൽഹംദുലില്ലാഹ് അലവി സഖാഫി പറയാണ്, ലോകം മൊത്തം നിയന്ത്രിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അതിന് പടപ്പിനില്ല, കൊടുക്കൂല. അപ്പൊ കൊടുക്കുന്ന വിശ്വസിച്ചാലോ ഇത് പ്രകാരം ശിർക്കാണ്, ഇത് പ്രകാരം ശിർക്കാണ്. അതല്ലേ ശരി? ശിർക്ക് തൗഹീദ് എന്താ? അങ്ങനെ ശരീക്കില്ല, തദ്ബീർ ശരീക്കില്ല എന്ന് വിശ്വസിക്കണം. അപ്പൊ തദ്ബീർ വേറെ ആക്കണം വിശ്വസിച്ചാലോ അത് തൗഹീദല്ല, അത് ശിർക്കാണ് എന്നാണ് ശറഹുൽ മഖാസിദിൽ. അതുകൊണ്ടാണ് ഇമാം അശ്അരിയുടെ മഖാലത്തുൽ ഇസ്ലാമിയീൻ വഖ്തിലാഫിൽ മുസല്ലീൻ എന്ന കിതാബിൽ അദ്ദേഹം പറയാണ്, പിഴച്ചുപോയ സംഘങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറയാ, ഉസ്തിൻഫിൽ ഖാമിസ് അശറ മിൻ അസ്നാഫിൽ ഖാലിയ, അതിന് വിട്ടുപോയ സംഘങ്ങളെ പരിചയപ്പെടുത്തുകയാണ് 15ാമത്തെ ടീം. യസ്ഉമൂന, അവരെ വാദം ഷിയാക്കളിൽപ്പെട്ട വിഭാഗത്തെ പറയാണ്. ഷിയാക്കളുടെ വാദം അന്നല്ലാഹു അസ്സ വജല്ല വക്കദൽ ഉമൂറ വഫദ്ദലഹ ഇലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും മുഹമ്മദ് നബിയെ ഏൽപ്പിച്ചു. വഅന്നഹു അഖ്ദറഹു അലാ ഖൽഖി ദുനിയ, ദുനിയാവ് മൊത്തം പടക്കാനുള്ള കഴിവ് അല്ലാഹു മുഹമ്മദ് നബിക്ക് കൊടുത്തു. ഫഖലഖഹാ, അല്ല മുഹമ്മദ് നബിയാണിത് പടച്ചത്. വദബ്ബറഹാ, മുഹമ്മദ് നബിയാണിത് തദ്ബീർ ചെയ്യുന്നത്. വഇന്നല്ലാഹു സുബ്ഹാനഹു ലം യഖ്ലുഖ് മിൻ ദാലിക ശൈആ, അതൊന്നും അല്ലാഹു തആല അല്ല പടച്ചത്, മുഹമ്മദ് നബിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പിടുത്തം വിട്ടുപോയ, പരിധി വിട്ടുപോയ സംഘമാണ്, പിഴച്ച സംഘമാണ് എന്ന് ഷിയാക്കളെ പറ്റി പറഞ്ഞെങ്കിൽ അത് തന്നെയല്ലേ സഹോദരങ്ങളെ നിങ്ങൾക്കും ബാധകമാവുക. പിഴച്ചുപോയ സംഘങ്ങളെ പരിചയപ്പെടുത്താനായി രചിക്കപ്പെട്ട മറ്റൊരു ഗ്രന്ഥമാണ് അൽ ഫർഖു ബൈനൽ ഫിറഖ്. ത്വയ്ഹുൽ ബഗ്ദാദി റഹിമഹുല്ലാ 1000 കൊല്ലം മുമ്പ് എഴുതിയതാണ്. 429 അദ്ദേഹം വഫാത്തായത്. 1020ഓളം കൊല്ലങ്ങൾക്ക് വഫാത്തായ ത്വയ്ഹുൽ ബഗ്ദാദിയുടെ അൽ ഫർഖു ബൈനൽ ഫിറഖ് അദ്ദേഹം പറയാ, ഷിയാക്കളിൽപ്പെട്ട റാഫിദിയാക്കൾ, ആ റാഫിദിയാക്കളിൽപ്പെട്ട മുഫവ്വിള, അവരുടെ വാദം എന്താ? സഅമു അന്നല്ലാഹു തആല ഖലഖ മുഹമ്മദൻ, അല്ലാഹു തആല ആദ്യം മുഹമ്മദ് നബിയെ പഠിച്ചു. സുമ്മ ഫവ്വള ഇലൈഹി തദ്ബീറൽ ആലം, ലോകത്തിന്റെ നിയന്ത്രണം മുഹമ്മദ് നബിയെ ഏൽപ്പിച്ചു. വതദ്ബീറഹു ഫഹുവ അല്ലദീ ഖലഖൽ ആലമ ദൂനല്ലാഹി തആല, അല്ലാഹു തആലയല്ല നബിയാണ് തദ്ബീർ നടത്തുന്നത്. സുമ്മ ഫവ്വള മുഹമ്മദൻ തദ്ബീറൽ ആലമി ഇലാ അലി ഇബ്നു അബീ ത്വാലിബ്, പിന്നെ മുഹമ്മദ് നബി അത് അലി ഇബ്നു അബീ ത്വാലിബിനെ ഏൽപ്പിച്ചു. ഫഹുവൽ മുദബ്ബിറു സാലിസ്, അലിയാണ് മൂന്നാമത്തെ മുദബ്ബിർ. ഒന്നാമത്തെ മുദബ്ബിർ അല്ലാഹ്, രണ്ടാമത്തെ മുദബ്ബിർ നബി, മൂന്നാമത്തെ മുദബ്ബിർ അലി എന്ന് വിശ്വസിക്കുന്നത് റാഫിദിയാക്കളിൽപ്പെട്ട ആളുകളാണ്, മുഫവ്വിളാക്കളാണ് എന്ന് അൽ ഫർഖു ബൈനൽ ഫിറഖിൽ. ഇതല്ലേ നിങ്ങൾ പ്രചരിപ്പിച്ചത്? ഞങ്ങൾ പിന്നാലെ കൂടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എവിടെത്തും? ആ പോക്ക് പോയിട്ട് CM പടച്ചോനാ നിങ്ങൾ പറഞ്ഞു, CM അള്ളയാണ് നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പിന്നാലെ കൂടി മറുപടിയായും മുഖാമുഖമായും പിന്നാലെ കൂടിയപ്പോൾ ഇപ്പം അവസാനം അൽഹംദുലില്ലാഹ് നിങ്ങൾ പറഞ്ഞു ലോകം മൊത്തം നിയന്ത്രിക്കണമെന്നില്ല. അങ്ങനൊന്നും പറയാൻ പറ്റൂല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ഈ ഒരു വാദം മാറ്റിയപ്പോൾ ഇനി നിങ്ങൾക്ക് മാലപ്പാട്ട് പാടാൻ പറ്റൂല, ഇനി മൗലിദ് ഓതാൻ പറ്റൂല, ഇനി ബദറുമാല ഇല്ല, ഇനി മുഹദ്ദീമാല ഇല്ല. കാരണം എന്താ? അവിടെയൊക്കെ പഠിപ്പിച്ചതെന്താ? വല്ലാ നിലത്തീനും എന്നെ വിളിപ്പോർക്ക് വൈബൂടതു തീരം ചെയ്യും ഞാനെന്നോ അവരെ. ഏത് നാട്ടിൽ നിന്ന് വിളിച്ചാലും ശരി, ഭാഷ പ്രശ്നമല്ല, ദേശം പ്രശ്നമല്ല, ആവശ്യം പ്രശ്നമല്ല, സമയം പ്രശ്നമല്ല. ആരപ്പ എവിടുന്ന് എന്തിനു വേണ്ടി എന്നെ വിളിച്ചാലും ശരി, വായ പൂടും മുമ്പ് ഞാൻ ഉത്തരം ചെയ്യാം. അത് പറയാൻ പറ്റോ? ഖവാസല്ലേ അത്? ഖവാസല്ലേ? ഇസ്തിഖാഖുൽ ഇബാദ ഖവാസല്ലേ? അല്ലാഹു ഖാസായല്ലേ? അല്ലാതെ എങ്ങനെ പറയും? മുരീദി തമസ്സക് ബി വകും ബി യവാസിഖ സഅഹ്മീക ഫിദ്ദുനിയ വയൗമൽ ഖിയാമത്തി. എന്നെ മുറുകെ പിടിച്ചോ, എൻ്റെ കാര്യത്തിൽ നീ ഉറപ്പിച്ചോ, ദുനിയാവിൽ ഞാൻ കാവൽ നൽകാം, ഖിയാമത്തിലും കാവൽ നൽകാം എന്നല്ലേ ശൈഖിനെ പറ്റി പറഞ്ഞത്. ഭൂമി ഒരുണ്ട പോൽ എൻ കയ്യിലെന്നോവര്, ഭൂമി അതൊക്കെയും ഒരു ചുമടെന്നോവര്. ഭൂമി ഒരു ഉണ്ട പോലെ എൻ്റെ കയ്യിലാണ്, ഭൂമിയെല്ലാം എനിക്ക് ഒറ്റ ചുമട് വയ്ക്കാനേ ഉള്ളൂ എന്ന് മുഹിദ്ദീമാദിലില്ലേ? ഇതെങ്ങനെ പാടുക? ഇതെങ്ങനെ പാടുക? കദൽ അർശു വൽ കുർസിയു ഫീ തയ്യി ഖബ്റതി, അർശും കുർസിയുമെല്ലാം എൻ്റെ കൈപ്പിടിയിലാണ്. മടവൂരിനെ പറ്റികൾ പറഞ്ഞു, അത് മുഹീദ് ശൈഖിനെ കുറിച്ചും പറഞ്ഞു. ഇപ്പൊ പറയാം ലോകം മൊത്തൊന്നുമില്ല, ഒന്നാകൊന്നുമില്ല, അത് അല്ലാഹ്ക്കേ ഉള്ളൂ, അതിന് പടപ്പിന് കൊടുക്കൂല എന്നല്ലേ ഇപ്പൊ പറയുന്നത്. അങ്ങനെ എല്ലാം നിയന്ത്രിക്കും എന്ന് പറഞ്ഞാൽ ശരിയല്ല. എന്നോർത്തേക്കെത്തി അൽഹംദുലില്ലാഹ് മാറ്റം തന്നെയാണ്. ഇതാണ് പറഞ്ഞത് വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞ അതാണ്. നിങ്ങൾ ആവശ്യമില്ലാതെ ഈ മുദബ്ബിറം കൊണ്ട് ഇറങ്ങിയപ്പോൾ ആ മുദബ്ബിറോടാണ് കുടുങ്ങികൾ. കാരണം നിങ്ങൾ അനുയായികൾ ആണ് വിശ്വസിച്ചു. ഉസ്താദ് പറഞ്ഞല്ലേ കൊടുത്ത കഴിവ് വിശ്വസിച്ചാൽ മതി. അപ്പോൾ ഒരുത്തം വിശ്വസിച്ച് കൊടുത്ത കഴിവാണ് ലോകം മൊത്തം നിയന്ത്രിക്കാൻ. അപ്പോൾ മറ്റോൻ വിശ്വസിച്ച് കൊടുത്ത കഴിവാണ് ലോകം പടക്കാൻ. മുഹമ്മദ് പഠിച്ചവനാണ്. മറ്റോൻ പറഞ്ഞു CM അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്.
എന്താ കഴിവെടുത്താ പോലെ, അല്ല കഴിവെടുത്താ പോലെ. എന്നിട്ട് ഇവിടുത്തെ മുഖാമുഖത്തിൽ ചോദ്യം വന്നു, CM അനല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ അതിനെക്കുറിച്ച് പറയാന്ന് കേട്ടോ. നിങ്ങൾ പറയട്ടെ. അവര് CM വലിയുള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം പണ്ഡിതന്മാർ ഇപ്പോഴും ഹയാത്തിലുണ്ട്. പക്ഷേ അവിടുന്ന് അനല്ല എന്ന് പ്രഖ്യാപിച്ചു എന്ന ഒരു ചരിത്രം അങ്ങനെ ആധികാരികമായി എവിടെയും എഴുതപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ പ്രചരിക്കുന്ന രേഖയില്ലാത്തത് ഏതോ കള്ളത്തുരിയക്കത്തുകാരാണ് അതിവിടെ പറഞ്ഞത് തന്നെ. അപ്പൊ കണ്ടോ, അത് രേഖയില്ല. ഏത് CM അനല്ലാന്ന് പറഞ്ഞ രേഖയില്ല, അതോട് പറയാൻ പറ്റൂല. പറിച്ചിട്ട ഓരോ പറഞ്ഞൊക്കെ ഭയങ്കര രേഖയുള്ളതാണ്. രേഖയുള്ളത് മാത്രം പറഞ്ഞ കൂട്ടരാ പോലെ. ഇതിനെ മാത്രം രേഖ. എൻ്റെ അലി സഖാഫി എണീക്കാഞ്ഞത് അത് പറയാൻ? ഇത് ഏതോ കള്ളത്തരം പറഞ്ഞ അല്ലടോ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാരാണ് പറഞ്ഞത്. കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞു, അല്ല അണ്ടോണ മുസ്ലിയാർ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അണ്ടോണ ഇരിക്കുന്ന സദസ്സിലാണ് CM പറഞ്ഞത് എന്നാ പറഞ്ഞത്. കേട്ടോ നിങ്ങൾ. അൻവരി പറയട്ടെ. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എൻ്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ഷെയ്ഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം. അനല്ലാ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ. ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ഷെയ്ഖുനാന്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹുവ ഹികായത്തും മിനല്ലാ, ഷെയ്ഖുന പറഞ്ഞു. ആലിമിനോടാ മറുപടി. വലിയ ആലിമാണ് ഷെയ്ഖുന. രണ്ടാൾക്ക് കാര്യം മനസ്സിലായി, ശാന്തമായി. കണ്ടങ്ങള്, ആലിമിനോടാ മറുപടി, ആലിമാണ് പറയുന്നത്. ഏതെങ്കിലും കള്ളത്തൊലിക്കത്ത് തന്നെ അല്ല. അണ്ടോണ മുസ്ലിയാർ എന്ന് നിങ്ങൾക്ക് കള്ളത്തൊലിക്കത്ത് തന്നെയായി? CM ആണ് പറഞ്ഞത്, അണ്ടോണയോടാ പറഞ്ഞത്. കേട്ടാൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ടാ സനദർക്കാ പറഞ്ഞത്. കേട്ടാൾ റഷീദ് ഉസ്താദ് ഇപ്പോഴും ഉണ്ട് പറഞ്ഞത്. അപ്പൊ സനദ് മുത്തസിലാണ് എന്നിട്ട് പറയാ അങ്ങനെ വിശ്വാസയോഗ്യമൊന്നും കിട്ടിയിട്ടില്ല. കിട്ടൂല, കിട്ടിയ പ്രശ്നമാണ്. അപ്പൊ അനല്ല എന്ന് പറയുന്നിടത്തേക്ക് നിങ്ങൾ അനുയായികൾ എത്തിയത് കൊടുത്ത കഴിവ് എന്ന ഷിയാക്കളെ വാദം സ്വീകരിച്ചപ്പോഴാണ്. കൊടുത്ത കഴിവ് വിശ്വസിച്ചാൽ കുഴപ്പമില്ല എന്ന് ഷിയാക്കൾ പറഞ്ഞു. ഇലാഹാന്ന് വിശ്വസിച്ചാലേ ശിർക്കുള്ളൂ എന്ന് ഷിയാക്കൾ പറഞ്ഞു. അത് ഏറ്റെടുത്തു ത്വരീഖത്തിലൂടെ, സൂഫിസത്തിലൂടെ. അതിൻ്റെ ദുരന്തമാണ് ഈ കാണുന്നതൊക്കെ. ഈ ആശയമാണ് മാലപ്പാട്ടിന്, ഇതാണ് മൗലിദിലുള്ളത്. എന്നിട്ട് ഇപ്പം ആമായ തദ്ബീറല്ല, ഖാസായ തദ്ബീറ. അവിടെ ആറാമത്തെ ചോദ്യം, നിങ്ങൾ പറഞ്ഞ അടിസ്ഥാന പ്രകാരമാണെങ്കിൽ ആമായ തദ്ബീർ തന്നെ CM അടവരുണ്ട് എന്ന് വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ ഒരു സൃഷ്ടിക്കൊണ്ട് വിശ്വസിച്ചാൽ അതെങ്ങനെ ശിർക്കാകും? കാരണം കൊടുത്ത കഴിവ് വിശ്വസിച്ചാൽ പോലെ. ലോകം മൊത്തം കൺട്രോൾ ചെയ്യാനുള്ള മൊത്തം കഴിവ് അല്ലാണ്ട് കൊടുത്തു എന്ന് വിശ്വസിച്ചാൽ എന്താ പ്രശ്നമുള്ളത്? അതെങ്ങനെ ശിർക്ക് വരിക? ഉത്തരം കിട്ടേണ്ടതുണ്ട്. ആറാമത്തെ ചോദ്യമാണത്. സഹോദരങ്ങളെ, അങ്ങേയറ്റം പിടുത്തം വിട്ട് പോയിട്ടുണ്ട് ഇവരെന്ന് മനസ്സിലാക്കാനാ. ഇത് മാലപ്പാട്ടിലുണ്ട്. മൗലിദ് ഹുസൈൻ സലീഫ് എന്ന് വിശദമായി പറഞ്ഞു. ഈ ആശയമാണ് മൗലിദിലുള്ളത്, മാലയിലുള്ളത്. അതിനൊന്നും മറുപടി പറയാൻ വയ്യാത്തതുകൊണ്ട് അലവി സഖാഫിനെ കണ്ടെടുത്തുന്നറിയോ, നാം മുജാഹിദീങ്ങളും മാല പാടുന്നുണ്ട്. മുജാഹിദീങ്ങൾ മാല പാടില്ലേ? മുജാഹിദീങ്ങളെ പണി എന്താ? ഒരു ഉമർ മൗലവിൻ്റെ മാല, MCC മൗലവിയുടെ മാല, ഇങ്ങനെ ഓലിക്ക് മാല പാടുന്നതാണ്. അപ്പോൾ ഓലിക്ക് പാടിയ കുഴപ്പമില്ല, നമ്മൾ പാടിയ പ്രശ്നമുള്ളൂ എന്നാണ് മൂപ്പര് പറയണത്. അതെന്താ? ഉമർ മൗലിയെ പറ്റി പണ്ട് ഇസ്ലാഹിൽ അദ്ദേഹം മരിച്ചപ്പോൾ ഒരാൾ അനുശോചന കാവ്യം എഴുതി. ഉമർ മൗലിയെ പറ്റി പാട്ടെഴുതി, ഏതൊരു പാട്ടെഴുതി. ഇപ്പോൾ അതിന് വിട്ട പരിധി വിട്ട ചില പദപ്രയോഗങ്ങൾ വന്നു. ആ പദപ്രയോഗം വന്നപ്പോൾ തന്നെ അത് ശ്രദ്ധയിൽപ്പെടുത്തിയത് മാത്രമല്ല, ഉടനെ തിരുത്തും കൊടുത്തു. കാരണം ഒരാൾ പാട്ടെഴുതി കൊടുത്തു, അതൊരു മാസിക പ്രസിദ്ധീകരിച്ച് വന്നു. അതിന് മുമ്പ് പരിശോധിക്കേണ്ടതായിരുന്നു, പക്ഷെ വന്നപ്പോൾ പലരും ശ്രദ്ധയിൽപ്പെട്ടാൽ ഇതിലിങ്ങനെ ഉണ്ടല്ലോ, ഇത് കുറച്ച് ഓവറായ പദപ്രയോഗമാണല്ലോ എന്ന് വന്നപ്പോൾ ഉടനെ തന്നെ ആ വിഷയം ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴേക്ക് ഇസ്ലാഹിൻ്റെ പ്രസിദ്ധീകരണം നിന്നീന്നു. പിന്നെ ഇസ്ലാഹ് പിന്നെ ഇറങ്ങിയിട്ടില്ല. 2000 ഏപ്രിലാണ് ഉമർ മൗലിയെ പറ്റി അത് വന്നത്. സ്ക്രീനിൽ ഞാൻ വായിക്കുന്നില്ല. അന്നത് വന്നു. പിന്നെ ഇസ്ലാഹ് നിന്നുപോയി. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് അൽ ഇസ്ലാഹ് എന്ന പേജിൽ വീണ്ടും അത് പുറത്തിറങ്ങി. അപ്പോൾ അവിടെ ഈ ചോദ്യം അതിലേക്ക് വന്നു, അല്ല ഇങ്ങനെ എഴുതുന്നുണ്ട് ഉമർ മൗലിയുടെ പേരിൽ മൗലിദോ എന്ന പേരിൽ അവിടെ വിശദീകരണം കൊടുത്തു. നമ്മുടെ പത്രാധിപരോട് ചോദിച്ചു. പത്രാധിപർ പറഞ്ഞെന്താണ്? ഇത് തീർത്തും അബദ്ധങ്ങളായ വരികളാണ് കുറിപ്പുകാരൻ അൽ ഇസ്ലാഹിൽ നിന്ന് മുകളിൽ ഉദ്ധരിച്ചത്. ഇസ്ലാഹിൻ്റെ വക്താക്കളോ മുജാഹിദുകളോ ഈ കവിതയെ അംഗീകരിക്കുന്നില്ല. കണ്ടോ? അത് ഞങ്ങൾ കൃത്യമായി പറയും, നിങ്ങളെ ഭാര്യ ഒപ്പിക്കാൻ നിൽക്കില്ല. ഇസ്ലാഹിൻ്റെ വക്താക്കളോ മുജാഹിദുകളോ ഈ കവിതയെ അംഗീകരിക്കുന്നില്ല.
മാത്രവുമല്ല, ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അൽ ഇസ്ലാഹിൻ്റെ വക്താക്കളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ബന്ധപ്പെടുകയും ഈ തെറ്റ് അവിടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. അവർ അത് തെറ്റാണ് എന്നും തിരുത്തു കൊടുക്കാമെന്നും സമ്മതിച്ചതാണ്. മാസിക തുടർന്ന് പ്രസിദ്ധീകരിക്കാൻ സാധിക്കാതെ പോയത് കൊണ്ടായിരിക്കാം പിന്നീട് ഇത് പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ പോയത്. അൽ ഇസ്ലാഹിൻ്റെ തുടർ പതിപ്പല്ല. അൽ ഇസ്ലാഹിൻ്റെ വക്താക്കൾ അത് തെറ്റാണെന്നും തിരുത്തു കൊടുക്കാമെന്നും സമ്മതിച്ചിരിക്കെ വീണ്ടും അത് വിവാദത്തിലേക്ക് കൊണ്ടുവരുന്നത് മാന്യമായ നടപടി അല്ലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് സംബന്ധമായി അൽ ഇസ്ലാഹിൻ്റെ എഡിറ്റർ ഞങ്ങൾക്ക് തന്ന വിശദീകരണത്തിൻ്റെ ചുരുക്കം ഇവിടെ ഉൾപ്പെടുത്തുന്നു. 2000 ഏപ്രിലക്കം അൽ ഇസ്ലാഹിൽ ഉമർ മൗലവിയെ സംബന്ധിച്ച ഈ കവിതയിലെ ചില പരാമർശങ്ങൾ അബദ്ധമാണ്. അശ്രദ്ധ മൂലം വന്ന ഈ തെറ്റിൽ ഞങ്ങൾ ഖേദിക്കുന്നു. ഇനിയും ഇത് പൊക്കിപ്പിടിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് നീതീകരിക്കാവുന്നതല്ലെന്നും ഇതിനെ അറിയിച്ചു കൊള്ളുന്നു. കണ്ടോ, അതാണ് ശരിയായ നിലപാട്. ഇത് ശ്രദ്ധയിൽപ്പെട്ടവർ പറഞ്ഞത് തെറ്റാണ്, അബദ്ധമാണ്, ഇത് ശരിയല്ല, ഖേദം പ്രകടിപ്പിച്ചു. ഞങ്ങൾ പറയും മുഹീദ്ദീന്മാർ തെറ്റാണ്, അത് ഖേദിക്കുന്നു എന്ന് പറയും, പ്രശ്നം തീരും. അത് പിന്നെ ഞങ്ങൾ പറയില്ല. അതിന് പകരം ഇതിപ്പോഴും ഇങ്ങനെ കൊണ്ടെടുക്കുക. അതേപോലെ MCCൻ്റെ പേരിൽ ഒരു മാലുണ്ട് എന്നാണ്. പിന്നെ അത് ഇതേപോലെ തന്നെ MCC മരിച്ചപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ടി ഉബൈദ് എന്ന് പറയുന്ന ഒരു മാപ്പിള സാഹിത്യകാരൻ പാട്ടെഴുതിയതാണ്. ടി ഉബൈദ് എന്ന് പറയുന്ന മാപ്പിള സാഹിത്യകാരൻ പാട്ടെഴുതി. അത് MCCയുടെ സ്മരണിക പുറത്തിറങ്ങിയപ്പോൾ ആ സ്മരണികയിൽ പല ലേഖനങ്ങളും എടുത്തു കൊടുത്ത കൂട്ടത്തിൽ ഈ പാട്ടും എടുത്തു കൊടുത്തു. അതിൽ ഒരു വരിയിൽ പരിധി വിട്ട പദപ്രയോഗമുണ്ട്. അതൊക്കെ എടുക്കുന്ന മുജാഹിദീങ്ങളെ മാല പഠിച്ചിട്ട് നമ്മളിങ്ങനെ യേശമാരി വേണ്ടി പരിക തിന്നിട്ട് ഇങ്ങനെ ഉമർ മൗലവിൻ്റെ മാല, MCCൻ്റെ മാല, ഇങ്ങനെ ഓരോ മാല പാടുകയെന്നാണ് പിന്നെ പഠിച്ചു കേട്ടാൽ തോന്നുക. മാലയും അതേപോലെ ഒരു അനുസ്മരണ ലേഖനം, ഒരു അനുസ്മരണ കാവ്യം അതുപോലും വേർതിരിക്കാതെയാണോ നിങ്ങളൊക്കെ ദീനു പറയാൻ നടക്കുന്നത് എന്ന് അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളൂ. അങ്ങനെ ആരെങ്കിലും ബഹുമാനിച്ചോ പ്രശംസിച്ചോ പുകഴ്ത്തിയോ എവിടെയും വല്ല ലേഖനമോ വല്ല പദ്യമോ ഗദ്യമോ എഴുതിയാൽ അതൊക്കെ മാലി മൗലൂദാണെങ്കിൽ ചില മൗലൂദ് ഞാനും കാണിച്ചു തരാം. നിങ്ങൾക്ക് പുസ്തകത്തിൽ കാണാം. AP സുന്നികൾ ഇറക്കുന്ന ഒരു അറബി മാസികളുടെ അസ്സഖാഫ എന്ന പേര്. അസ്സഖാഫ മർക്കസ് ഇറങ്ങുന്ന മർക്കസു സഖാഫിയിൽ ഇറങ്ങുന്നതാണ് അസ്സഖാഫ. അതിന് ഒരു വലിയ മൗലീദ്, അതെന്താ കണ്ടോ അറബി തന്നെ കാണാം. അസ്സഖാഫയിൽ വന്ന മൗലീദ് അടൽ ബിഹാരി വാജ്പേയി. അടൽ ബിഹാരി വാജ്പേയിൻ്റെ മൗലൂദ് നമുക്കിവിടെ പറഞ്ഞൂടെ? വാജ്പേയിൻ്റെ മൗലൂദ് പറഞ്ഞൂടെ? നമ്മളെ പറയാൻ നടക്കലില്ല. കാരണം എന്താ, അത് ഒരാളെ കുറിച്ച് എഴുതിയതാണ്. സംഗതി ഒരുപാട് അബദ്ധയിലുണ്ട്. ഒരു മുസ്ലിം എഴുതാൻ കഴിയാത്ത രൂപത്തിലുള്ള പദപ്രയോഗമുണ്ട്. എന്തെല്ലാം എഴുതി കണ്ടോ? ഇന്ന സയ്യിദ വാജ്പേയി ഖതീബുൻ മുസഖഉൻ തലഖാ വലാ യസാൽ. സയ്യിദ് വാജ്പേയി ആരാ? ഖതീബുൻ മുസഖഉൻ, നല്ല സ്വാധീനമുണ്ടാക്കിയ വലിയൊരു പ്രഭാഷകനാണ്. മാത്രമല്ല മൂപ്പർ ഒരുപാട് മഹത്വങ്ങളിൽ പറയാം. എന്നിട്ട് മാത്രമല്ല, ഇത് പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ EK സുന്യാള് സുന്നി അഫ്കാർ വാരികയിൽ എടുത്തു കൊടുത്തു. എന്താ ഹെഡിങ് കൊടുത്തറിയോ? കാന്തപുരത്തിൻ്റെ കൂടാരത്തിൽ വാജ്പേയി മൗലൂദ്. കാന്തപുരത്തിൻ്റെ കൂടാരത്തിൽ വാജ്പേയി മൗലൂദ് എന്ന് പറഞ്ഞുകൊണ്ട് EK സുന്യാൾ സുന്നി അഫ്കാർ ഒരു ലേഖനം തന്നെ കൊടുത്തു. പക്ഷെ ഞങ്ങളത് വായിക്കലില്ല. കാരണം എന്താ, ഞങ്ങൾക്കറിയാം ഇത് മൗലൂദല്ലാന്ന്. ഇത് മൗലൂദല്ല. ഇത് നിങ്ങളെ മൂപ്പരെ കുറിച്ച് കുറച്ച് പുകഴ്ത്തി നിങ്ങൾക്ക് പറഞ്ഞ ലാഭം ഉണ്ടാവും, അത് നമുക്കറിയാം. പക്ഷെ ഇതൊരു മൗലൂദാണ് എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടെടുക്കലില്ല. ഇനി അതുമാത്രമല്ല, അങ്ങനെ എത്ര മൗലൂദാണ്. ഇപ്പം ഇന്നത്തെ സിറാജ് നോക്കിങ്ങൾ, ഇന്നത്തെ സിറാജ് എടുത്താൽ ആ സിറാജിൽ നിങ്ങൾക്കൊരു മൗലൂദ് കാണാം. ഇന്ന് ഇറങ്ങിയ സിറാജിൽ ഒരു മൗലൂദ് ഉണ്ട്. അതായത് മൻമോഹൻ സിംഗിൻ്റെ മൗലൂദ്. മൻമോഹൻ സിംഗിൻ്റെ മൗലൂദ് ഉണ്ട് ഇന്നത്തെ സിറാജിൽ. പദ്യമല്ല, ഗദ്യമാണ് എന്ന് മാത്രം. അതേപോലെ MT വാസുദേവൻ്റെ മൗലൂദ് ഒക്കെ ഉണ്ട്, സിറാജിലുണ്ട്. നിങ്ങൾ പറഞ്ഞ തത്വപ്രകാരം ഒരാളെക്കുറിച്ച് അയാൾ മരിച്ചപ്പോൾ ഒരാൾ ലേഖനം എഴുതി, അല്ലെങ്കിൽ ഒരാൾ കവിത എഴുതി, അതാണ് മുജാഹിദീങ്ങളെ മാല, മുജാഹിദീങ്ങളെ മൗലൂദ് എന്ന് പറയുന്നത്. അലവി സഖാഫിനെ ചെല്ലാണ് നഫീസത്തുമാരുടെ രീതിയൊക്കെ ഉണ്ടാക്കി മൂപ്പർ ചെല്ല. ചെറിയ ഭാഗം കേട്ടോളിങ്ങൾ, മൂപ്പര ചെല്ലുന്ന മുജാഹിദ് മാല മൂപ്പർ പാടിക്കോട്ടെ. മാലയും മൗലിദും ഒക്കെ ഓതി ഇവിടെ പരിഹസിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ പരിഹസിച്ചിട്ടുള്ള മുജാഹിദുകൾ മൗലവിമാര് പഠിക്കണം. ഇതേതാണ് പുസ്തകം എന്നറിയുമോ? ഇത് നിങ്ങളുടെ മൗലവി MCC അബ്ദുറഹ്മാൻ മൗലവിയുടെ സ്മരണികയാണ്. മുജാഹിദുകൾ പുറത്തിറക്കിയതാണ്. 1906 ജനിച്ച് 1964 അന്തരിച്ച മുജാഹിദ് നേതാവ് MCC അബ്ദുറഹ്മാൻ മൗലവിയുടെ സ്മരണികയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്താ?
നമ്മളെ മുഹയ്യദ്ദീൻ മാലയിൽ ഒരു വരിയുണ്ട് ഇല്ലേ, അല്ലാ നിന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. അങ്ങനെ തുടങ്ങി ഷെയ്ഖ് ജീലാനിയുടെ മഹത്വങ്ങൾ നമ്മൾ വളരെ കൂടുതൽ നമ്മുടെ മുഹയ്യദ്ദീൻ മാലയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മഹാത്മാക്കൾ, സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഔലിയാക്കളായ ആളുകൾ, അവരുടെ ആ അള്ളാഹു അവർക്ക് നൽകിയ ഔന്നിത്യങ്ങൾ നമ്മുടെ മാലയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെ പരിഹസിക്കുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകൾ. ഇവിടെ വന്നും സലഫിയും കൂട്ടരും അതിനെ പരിഹസിച്ചതാണ്. എന്നാൽ നിങ്ങളുടെ മൗലവിയായ MCC അബ്ദുറഹ്മാൻ മൗലവിയെ കുറിച്ച് നിങ്ങളുടെ മാലയിൽ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. അതെന്താ? ഞങ്ങളെ നഫീസത്ത് മാലയെ പോലെ അലി മുഹയ്യദ്ദീൻ മാലയെ പോലെ നമ്മൾ ചെല്ലുന്ന മാല, ആ മാലയുടെ രീതിയിൽ അവരെ ഈ നേതാവുണ്ടല്ലേ MCC അബ്ദുറഹ്മാൻ മൗലവി, മൂപ്പര് മരിച്ചു ചെല്ലുമ്പോ എന്നാ മൂപ്പരെ റൂഹ് പിടിച്ചു പോകുമ്പോ ആ റൂഹിനെ സ്വീകരിക്കാൻ ആരൊക്കെ എത്ര വന്നത് എന്നറിയോ? വളരെ നേരത്തെ മരിച്ച ആ അവരുടെ നേതാവുണ്ടല്ലോ, ഇയാളുടെ പിതാവായ കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന അയാളുടെ പിതാവ്, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അദ്ദേഹമാണ് ഒന്ന് വന്നത്. പിന്നെ സീതി സാഹിബ വന്നത്, പിന്നെ ജമാലുദ്ദീൻ അഫ്ഗാനി, പിന്നെ മുഹമ്മദ് അബ്ദൂർ, പിന്നെ വക്കം മൗലവിയും. ഇവരൊക്കെ MCC അബ്ദുറഹ്മാൻ മൗലവി മരണപ്പെട്ട് റൂഹ് പിടിച്ചു പോകുമ്പോ അവരെ സ്വീകരിക്കാൻ വേണ്ടി വന്നിരുന്നു. ഇത് മുഹയ്യദ്ദീൻ മാലയല്ല, റിഫാഴി മാലയല്ല, നഫീസത്ത് മാലയല്ല, ഇത് മുജാഹിദ് മാലയാണ്, MCC മാല. വേണമെങ്കിൽ ഞാൻ 2 വരികൾക്ക് ചൊല്ലിത്തരാം, അതിന് കേട്ടോളൂ. അവർ പറയുന്നത് കണ്ടോ, പൂനിലാവായി ദൈവിക വിജ്ഞാനമെങ്ങും വീശി പുണ്യവാൻ അബ്ദുർ റഹ്മാൻ മൗലവി MCC താനഹോ കാലത്തിരശീലക്കകം മാറഞ്ഞോ തന്നുടയ രക്ഷിതാവിൽ സന്നിധിയാണഞ്ഞോ. മതി മതി മതി, അപ്പോൾ കുറച്ച് മൗലിദ് മൂപ്പർ ചെല്ലട്ടെ. മുജാഹിദ് മൗലവിമാരെ മദ്ഹ് മൂപ്പത്തോളം അല്ല പറയിപ്പിക്കാറൊക്കെ. അപ്പോൾ ഇതാണ് ഇപ്പം മുജാഹിദ് മാല. ഇപ്പം നമ്മളൊക്കെ പരീപ്പന്ത മരുവിനേശ്വരം ചെയ്ത് മുജാഹിദ് മാല, MCC മാല, ഉമർ മൊഹിൻ്റെ മാല. നിങ്ങൾക്കൊരു കാരന്തൂർ മർക്കസിൻ്റെ ബുക്സ്റ്റാളുണ്ട് കോഴിക്കോട് മാവൂർ റോട്ടിൽ. ആ ബുക്സ്റ്റാളിൽ ചെന്നാൽ കാണാം 5 വക ഉമർ മാല. അവിടെ വിറ്റ് പൈസ ഉണ്ടാക്കുക. ഏതാ ഉമർ മൊഹിനെ പറ്റിയുള്ള പാട്ടൊക്കെ പാടെ ക്രോഡീകരിച്ച പുസ്തകമാക്കി അത് വിറ്റ് പൈസ ഉണ്ടാക്കുക പോലും. അതാ ഇപ്പോൾ ടീം. ഒരു പേര് നമുക്കും മുജാഹിദീങ്ങളെ മാല. അപ്പം ഇതാണ് കാട്ടിക്കൂട്ടല്. അതാണ് ഇപ്പോൾ ഓരോ ഈ മൗലൂദ് നാസിബ് തെളിവ്. ഇത് ഒരാൾ പാട്ട് എഴുതിയ ആൾ മുജാഹിദ് പോലുമല്ല. ടി ഉബൈദ് എന്ന് പറയുന്ന ഒരു മാപ്പിള സാഹിത്യകാരൻ മൂപ്പ് എഴുതിയ പാട്ടാണ്. നമുക്കെന്താ ഉത്തരവാദിത്തമുള്ളത്? അത് ഈ സ്മരണയിൽ എടുത്തു കൊടുക്കുമ്പോൾ പരിശോധിക്കേണ്ടതായിരുന്നു. പക്ഷെ അതവിടെ കൊടുത്തുപോയി. അത് നമ്മൾ ന്യായീകരിക്കേണ്ട കാര്യമില്ല. അത് അബദ്ധമാണ്. അതിൽ തെറ്റായ ആശയമുണ്ട്. ആ വഴി തീർത്തും തെറ്റാണ്. ഒരു വസ്തുവില്ല. നമുക്കത് പറയാനും അത് എതിർക്കാനും ഒരു പ്രയാസമില്ല. തെറ്റ് എവിടെ വന്നാലും തെറ്റാന്ന് പറയും. പക്ഷെ അതാരും ഇവിടെ ഒരു മാലയാക്കിയിട്ട് കൊണ്ടെടുക്കുന്നില്ല. അപ്പം ഇവരെ മാലക്കുമ്പോൾ ഇതിനും അതാണ് പറയാം. അതുകൊണ്ടൊന്നും നിങ്ങളെ മുദബ്ബിർ ആലം ഇല്ലാതാവില്ല. അപ്പം തദ്ബീറിന് പിറകോട്ട് പോകാനാണ് ഇപ്പം ഈ വക ന്യായങ്ങളൊക്കെ. അത് പറ്റൂല. ഏതായാലും ഇപ്പം തദ്ബീർ ആമില്ല, തദ്ബീർ ഖാസേ ഉള്ളൂ. അവിടെ 7ാമത്തെ ചോദ്യം ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പണ്ട് ആയത്തോതിയിരുന്നു ഫൽ മുദബ്ബിറാത്തി അംറാ എന്ന ആയത്തോതിയിട്ട് കാന്തപുരം അടക്കം അലവി സഖാഫി അടക്കമുള്ള ആളുകളൊക്കെ പ്രസംഗിച്ചു പോയതാണല്ലോ. ഖുർആൻ അല്ലാഹ് പറഞ്ഞ ആയത്ത് ഒഴിവാക്കിക്കൊണ്ടാണ് പറഞ്ഞത്. എന്ത്? അല്ലാത്ത മുദബ്ബിർ ഉണ്ടാകും എങ്കിൽ ഈ ആയത്തിൽ പറഞ്ഞ തദ്ബീർ ഖാസാണോ അല്ല തദ്ബീർ ആമാണോ? നിങ്ങൾ പണ്ട് ഓതിയത് എന്തിനാണ്? ആമായ തദ്ബീറാണ്. ഇപ്പം പറഞ്ഞതോ തദ്ബീർ ആമില്ല ഖാസാണ് എന്നാണ്. എങ്കിൽ ഫൽ മുദബ്ബിറാത്തി അംറാ എന്ന് പറഞ്ഞ ആയത്ത് തദ്ബീർ ആമായ തദ്ബീറാണോ അതല്ല ഖാസായ തദ്ബീറാണോ എന്നാണ് 7ാമത്തെ ചോദ്യം. ഏതായാലും സഹോദരങ്ങൾ, ഇതിലൊക്കെ വലിയ അബദ്ധത്തിലാണ് അവർ ചെന്നപ്പെട്ടിട്ടുള്ളത്. പിന്നെ കാര്യമായ വിഷയം എന്താണ്? നമ്മൾ പോലെ മുസ്ലിക്കാക്കി കാഫിറാക്കി മുജാഹിദീങ്ങൾ തമ്മിൽ മുസ്ലിക്കാക്കിയാണ്. ഒരു അങ്ങണ്ടും കൊണ്ടും ശിർക്ക് പറയാണ് എന്നാൽ അതിനിപ്പോൾ കുറേ ക്ലിപ്പിട്ടിട്ട് കണ്ടോ പിന്നെ ഓലെ കാഫിറാക്കി ഓല ഇങ്ങോട്ട് കാഫിറാക്കി. ഞങ്ങൾ തീർത്തോളാം. അത് നിങ്ങൾ വേണ്ട, അത് ഞങ്ങൾ തീർത്തോളാം. ഞങ്ങളെ സംബന്ധിച്ചത് എവിടെ തീർക്കും എങ്ങനെ തീർക്കും ഒക്കെ അറിയാം. ഏതായാലും ജമിയത്തുലമ ഞങ്ങളെ വെല്ലുവിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കത്ത് 4 ദിവസം കൊണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കിട്ടിയ ഉടനെ ആ ഒരു വൈജ്ഞാനിക ചർച്ച നടക്കും. അതോടെ ആ പ്രശ്നം തീരും ഇൻഷാ അല്ലാഹ്. അത് നിങ്ങൾ ബേജാറാണ്ട, അത് ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷേ ഇവിടെ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിന് ഹുസൈൻ സലഫി എന്ന് പറഞ്ഞിരുന്നു. എന്തിനാ പറഞ്ഞറിയോ?
നിങ്ങൾ പറഞ്ഞു സ്വർഗത്തിലുള്ള ലിസ്റ്റ് നരകത്തിലുള്ള ലിസ്റ്റ് അത് ഔലിയാക്കന്മാരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. ആരൊക്കെ സ്വർഗത്തിന് ആരൊക്കെ നരകത്തിന് ആ ലിസ്റ്റൊക്കെ ഇവിടെ ഔലിയാക്കന്മാർ കിട്ടിയിട്ടുണ്ട് എന്നാ. പക്ഷേ ഹുസൈൻ സലീഫ് എന്ന് വിശദമായി പറഞ്ഞു. പക്ഷെ ആ ലിസ്റ്റ് വായിച്ചു നോക്കുമ്പോഴോ അതിന് വൈരുദ്ധ്യമാണല്ലോ എന്ന് പറഞ്ഞു. കാരണം ആ ലിസ്റ്റിന് ചില ലിസ്റ്റിന് ഈക്കക്കാരായ പലരും സ്വർഗത്തിലാണ്, മറ്റൊരു ലിസ്റ്റിലോ ഇവരൊക്കെ നരകത്തിലാണ്. അതെങ്ങനെ പരിപാടി എന്നാണ് ചോദിച്ചത്. KV മുഹമ്മദ് മുസ്ലിയാർ കുട്ടനാടിനെ പറ്റി ഇവിടുത്തെ രാജകിളി ഔലിയാക്കളിലെ രാജകിളി എന്ന് പരിചയപ്പെടുത്തിയ അവരെ ഒരു പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞെന്താണ്, ഇദ്ദേഹം സ്വർഗത്തിലാണ്. ആര്? KV മുഹമ്മദ് മുസ്ലിയാർ സ്വർഗത്തിലാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ സിറാജ് എഴുതിയതോ ഈക കാഫിറായി പോയി എന്നാണ്. ഖുർആൻ പരിഭാഷ എഴുതിയ വകയിൽ ഈക കാഫിറായി പോയി എന്നാണ് എഴുതിയത്. ഇതെങ്ങനെ ഉണ്ടാകാന്ന് ചോദിച്ചത് ലിസ്റ്റ് കിട്ടുമോ ചെയ്യുന്നതല്ല, ഈ ഉള്ള ലിസ്റ്റിൽ എങ്ങനെ വൈരുദ്ധ്യം വന്നു അതാണ് നമ്മൾ ചോദിച്ചിരുന്നത്. എന്നിട്ട് അതിന് ഉത്തരം പറയാതായപ്പോ കണ്ടെത്തിയ മാർഗം എന്താറിയോ, അള്ളാഹിന്റെ റസൂലിനും അള്ളാഹു തആല അങ്ങനെ സ്വർഗത്തിൽ ആരൊക്കെ ഉണ്ട് നരകത്തിൽ ആരൊക്കെ ഉണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ എന്ന ന്യായമാണ് ഇമാം തുർമുദി ധരിച്ച ഹദീസ് കൊണ്ടുവന്ന് ഫൈസൽ ഹസനി പറയാറുണ്ട്. നബി ഞങ്ങൾ ഒരിക്കൽ സ്വഹാബികൾ പറഞ്ഞതാ ഈ രേഖയിൽ സ്വർഗാവകാശികളെ പേരുണ്ട്, ഇതിൽ നരകാവകാശികളെ പേരുണ്ട്. ആയിക്കോട്ടെ, എന്താ അത് നബി ഞങ്ങൾക്ക് അല്ലാഹ് അറിയിച്ചു കൊടുത്തു. അതുമാത്രമല്ലല്ലോ, നബി ഞങ്ങൾ സ്വർഗം കണ്ടിട്ടുണ്ട്, നരകം കണ്ടിട്ടുണ്ട്, മുൻകാല ഉമ്മത്തുകൾ കണ്ടിട്ടുണ്ട്, സ്ഥിരപ്പെട്ടത്. പക്ഷേ ആ ലിസ്റ്റാണ് നിങ്ങൾ അവലംബമെങ്കിൽ ആ ലിസ്റ്റിൽ എങ്ങനെയാണ് വൈരുദ്ധ്യം വന്നത്? അതാ ചോദിക്കുന്നത്. തൃപ്പഞ്ച് ഉസ്താദ് പറഞ്ഞെന്താണ്, KV സ്വർഗത്ത് കണ്ടു എന്നാണ് തൃപ്പഞ്ച് ഉസ്താദ് പറഞ്ഞത്. KV മുഹമ്മദ് മുസ്ലിയാരെ പറ്റി തൃപ്പഞ്ച് ഉസ്താദ് ഔലിയായ രാജകിളി എന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന തൃപ്പഞ്ച് ഉസ്താദ് അദ്ദേഹം പറഞ്ഞ സ്വർഗത്തിന്റെ നടുക്കാണ് ഞാൻ KVയെ കണ്ടത്. സ്വർഗത്തിന്റെ നടുവിന് ഞാൻ KVയെ കണ്ടു തൃപ്പഞ്ച് ഉസ്താദ്. ആ KV കാഫിറാണ് സിറാജ്. അപ്പൊ എങ്ങനെ ലിസ്റ്റ് ഔട്ടായപ്പോ അവിടെ വ്യാജ ലിസ്റ്റ് വേറെ കിട്ടിയോ? അതാ നമ്മൾ ചോദിച്ചിരുന്നത്. ഇത് എവിടുന്ന് കിട്ടി? അതിന് ആ ഹദീസ് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലിസ്റ്റിൽ ഒരാൾ സ്വർഗത്തിന്, മറ്റേ ലിസ്റ്റിലോ ഇതേ ആൾ നരകത്തിന്. ഈക്കയെ പറ്റി സംശയമായി എന്ന് ഇവിടെ പറയുന്നു. അപ്പുറത്തോ കഫറ, അത് ക്ലിപ്പാണല്ലോ, ആവർത്തിക്കുന്നില്ല. ഉള്ളാൾ തങ്ങളെ ക്ലിപ്പ് ഇവിടെ കാണിച്ചിരുന്നു. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. അതേപോലെ പിന്നെ കൊട്ടിക്കുളം ഖാദിരിയെ കുറിച്ച് സ്വർഗാവകാശം എന്ന് പറയുന്നു, അപ്പുറത്തോ അതൊരു പാതിരിയാണ് എന്നാണ് മറ്റൊരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ലിസ്റ്റിൽ ഇങ്ങനെ വൈരുദ്ധ്യം വന്നതാണ് ചോദിച്ചത്, അല്ലാതെ അള്ളാഹു ആർക്കെ അറിയിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതല്ല. ഇതിലെങ്ങനെ വൈരുദ്ധ്യം വന്നു അതിനാ ഉത്തരം കിട്ടേണ്ടത്, അത് കിട്ടിയിട്ടില്ല. മാത്രമല്ല, എന്നിട്ട് ഫൈസൽ ഹസനിയുടെ ഒരു ന്യായീകരണവും എന്താ, അങ്ങനെ ഇപ്പൊ സ്വർഗത്തിലെ ആളുകളെ പേര് നരകത്തിലെ ആളുകളുടെ പേരൊക്കെ അള്ളാഹ്ക്ക് അറിയിച്ചു കൊടുത്താൽ പിന്നെ അത് അള്ളാഹ്ക്ക് ഖാസായ സിഫത്തല്ല. കേട്ടോ നിങ്ങൾ, അദ്ദേഹം പറയട്ടെ. ആരൊക്കെയാണ് സ്വർഗത്തിലുള്ളത് നരകത്തിലുള്ളത് എന്നതിൻ്റെ ലിസ്റ്റ് കൈമാറുക എന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് മിഷ്കാത്ത് ഓതിപ്പടിക്കുന്ന കുട്ടികൾക്ക് തന്നെ അറിയാവുന്ന സംഗതിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ലിസ്റ്റ് കൈമാറപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ, അങ്ങനെ ഒരു ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴേക്കും അത് ശിർക്ക് വരിക എന്ന സംഭവം ഉണ്ടാവുകയില്ല എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു തആല ഒരു കാര്യം അറിയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മനസ്സിലായല്ലോ അള്ളാഹുവിന് മാത്രം മുഖ്തസായ ഒരു സിഫത്ത് അല്ല അത് എന്ന്. കാരണം അള്ളാഹു തആല തൻ്റെ സൃഷ്ടിക്ക് അറിയിക്കാൻ ഉദ്ദേശിക്കുകയും അത് അറിയിച്ചു കൊടുക്കുകയും ചെയ്താൽ അത് അള്ളാഹുവിൽ മുഖ്തസായ സിഫത്തല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതല്ലാതെ ഏപിക്കാർ മാത്രം സ്വർഗത്തിലാണ് എന്ന്, അല്ലെങ്കിൽ ഈക്കക്കാർ മാത്രം സ്വർഗത്തിലാണ് എന്ന് അങ്ങനെ ആരാ പറഞ്ഞത്? അങ്ങനെ ചിലർ പറഞ്ഞിട്ടുണ്ട് എന്ന് ചിലരെ കുറിച്ച് ആരെങ്കിലും ആരോപിച്ചിട്ടുണ്ടെങ്കിൽ ആ ആരോപണങ്ങളൊക്കെ നമ്മൾ തള്ളിക്കളയുമെന്ന് മാത്രമേ പറയാനുള്ളൂ. അത് തള്ളാൻ കഴിയില്ല. കാരണം സിറാജാണൊന്ന്, തൃപ്പണിച്ചുസ്താദാണ് മറ്റൊന്ന്, ഉള്ളാൾ തങ്ങളാ വേറൊന്ന്. അതെങ്ങനെ തള്ളുക? അത് തള്ളാൻ കഴിയില്ല. പക്ഷെ പറഞ്ഞ അപകടം എന്താണ്? അങ്ങനെ ഒരു ലിസ്റ്റ് ആരൊക്കെ സ്വർഗത്തിൽ നരകത്തൊക്കെ അള്ളാഹു തആല നബിക്ക് അറിയിച്ചു കൊടുത്ത ഹദീസിൽ വന്നു. അതോടുകൂടി ഇത് അള്ളാഹ്ക്ക് ഖാസായ സിഫത്തല്ല. നഊദുബില്ല, അള്ളാഹിന്റെ സിഫത്താണോ നബി കിട്ടിയത്? അങ്ങനെയാണെങ്കിൽ അഹ്സനി നിങ്ങൾക്ക് ഏത് കാര്യത്തിലും പറഞ്ഞൂടെ? അള്ളാഹു തആലക്ക് ഇൽമുണ്ട്, അള്ളാഹ് സൃഷ്ടികൾക്ക് പല ഇൽമു നൽകുന്നു, അതുകൊണ്ട് ഇൽമു അള്ളാഹ്ക്ക് ഖാസായ സിഫത്തല്ല എന്ന് പറയോ? ഇൽമ്, സംഅ്, ബസർ, ഖുദ്റത്ത് തുടങ്ങി അള്ളാഹു തആലയുടെ ഏത് വിശേഷത്തിനും
നിങ്ങൾക്കിത് പറഞ്ഞുകൂടെ? അപ്പൊ ആ വക ന്യായം കൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ 9ാമത്തെ ചോദ്യം, ഇൽമ്, ഖുദ്റത്ത് തുടങ്ങി ഏത് കാര്യത്തിലും ഇതേ ന്യായം പറയാൻ എന്താ നിങ്ങൾക്ക് തടസ്സമുള്ളത്? 8ാമത്തെ ചോദ്യം ചോദിച്ചിട്ടില്ല. അഥവാ ലിസ്റ്റുകൾ പറഞ്ഞല്ലോ, അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റൂല. ഈ ഒരു ലിസ്റ്റിൽ പറയുന്നു ഇവർ സ്വർഗത്തിലാണ്, മറ്റൊരു പറയുന്നു അല്ല മറ്റൊരു സ്വർഗത്തിലാണ്, ഇവിടെ നരകത്തിലാണ്. നിങ്ങൾ കാഫിറാക്കിയില്ല പറഞ്ഞത്, നിങ്ങൾ അതിനെ അപ്പുറത്താക്കിയത്, മോൻ സ്വർഗത്തിൽ നരകത്തിലാക്കിയത് എങ്കിൽ ഏതാ ശരിക്കും ലിസ്റ്റിലുള്ളത്? ശരിക്കേതാ ലിസ്റ്റിലുള്ളത്? അത് നിങ്ങൾ പറയണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അടിസ്ഥാനത്തിൽ തന്നെയാണ് തെറ്റിയിരിക്കുന്നത്. കൊടുത്ത കഴിവ് എന്ന ഷിയാക്കളുടെ വിശ്വാസം സ്വീകരിച്ചതാണ് നിങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കറാമത്തെ മുഴുജത്ത് കൊടുത്ത കഴിവാന്ന് വാദിച്ചു. അത് അഹ്ലുസുന്നക്ക് പരിചയമല്ല. യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്ന, എവിടെയും എടുക്കാൻ പറ്റാവുന്ന യഥേഷ്ടമുള്ള കഴിവായിട്ടാണ് നിങ്ങൾ കറാമത്തെ മുഴുജത്തിനെ പരിചയപ്പെടുത്തിയത്. അത് ഷിയാക്കളുടെ വാദമാണ്. ഷിയാക്കൾ തന്നെയാണ് ആ നിലക്ക് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ അഹ്ലുസുന്നക്ക് ഇത് പരിചയമില്ല. അവിടെ 9ാമത്തെ ചോദ്യം ചോദിക്കട്ടെ. മുഴുസത്ത് കറാമത്ത് യഥേഷ്ടം എങ്ങനെയും എവിടെ ഉപയോഗിക്കാനുള്ള സ്വതന്ത്രമായ കഴിവ് നൽകപ്പെട്ട കാര്യമാണ് എന്ന് നിങ്ങൾ ധാരാളം സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ഫത്തവ മുഹിയുസുന്നയിൽ പൊന്മളം എഴുതിയിട്ടുണ്ട്. അതേപോലെ സുന്നത്തുൽ നിങ്ങൾ സുലൈമാൻ സഖാഫി എഴുതിയിട്ടുണ്ട്. വടകര വലിയുല്ലാഹി മുഹമ്മദ് ഹാജി എന്ന പുസ്തകത്തിൽ വളരെ വിശദമായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സാമ്പിളിന് വായിക്കാം. പ്രവാചകന്മാരുടെ ഉദ്ദേശത്തിനും ഇച്ഛക്കും അനുസരിച്ച് മുഴുസത്ത് പ്രകടിപ്പിക്കാൻ കഴിയുന്നത് പോലെ ഔലിയാക്കളുടെ ഉദ്ദേശത്തിനനുസരിച്ച് കറാമത്തും പ്രകടിപ്പിക്കാൻ കഴിയും. ഇതിന് നിരവധി തെളിവുകളുണ്ട്. ഇത് നിങ്ങൾ എഴുതിയിരിക്കുന്നു. ഇത് ഷിയാക്കളുടെ വാദമാണ്. അഹ്ലുസുന്നക്ക് പരിചയമില്ല. അതുകൊണ്ട് ഈ മുഴുവൻ കറാമത്ത് ഇങ്ങനെ യഥേഷ്ടം എപ്പോഴും എവിടെയും കാണിക്കാനുള്ള കഴിവാണ് എന്ന് നിങ്ങൾ എഴുതിയല്ലോ. ഇത് തന്നെയാണോ നിങ്ങളുടെ ഔദ്യോഗികമായ ആശയം? അതല്ല, അതിൽ വല്ല മാറ്റവുമുണ്ടോ എന്ന് നിങ്ങൾ പറയേണ്ടതുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. സഹോദരന്മാരെ, ഇതിന്റെ ഭാഗം തന്നെയാണ് അദൃശ്യകാര്യം അറിയുക, ഇൽമുൽ ഗൈബ്, അദൃശ്യകാര്യം അറിയുക. ഹുസൈൻ സഫി വിശദമായി പറഞ്ഞ കാര്യമായിരുന്നു. അൽഹംദുലില്ലാഹ് വേങ്ങര മുഖാമുഖത്തിന് അതൊരു മാറ്റമുണ്ട്. സ്വതന്ത്രമായി എല്ലാ ഇൽമുൽ ഗൈബും അങ്ങനെയൊന്നുമില്ല. അതിലൊക്കെ ചില പരിമിതിയുണ്ട്, ചില പരിധിയുണ്ട് എന്നൊക്കെയുള്ള രൂപത്തിലേക്കാണ് ഇപ്പം കാര്യങ്ങളൊക്കെ പോണത്. യഥേഷ്ടം അറിയൂല എന്ന് അൽഹംദുലില്ലാഹ് ഇപ്പം പറയാ. എന്നാലും അത് പറയുമ്പോഴും മുജാഹിദീങ്ങളെ മേലെ ഒന്ന് കുതിര കയറാൻ നോക്കുകയാണ്. എന്താ മുജാഹിദീങ്ങൾ വലിയ ആൾ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്ത് ലൗഹുൽ മഹ്ഫൂദ് നോക്കിയിട്ട് അദ്ദേഹം ലൗഹുൽ മഹ്ഫൂദ് വായിക്കലുണ്ട് എന്ന് ശൈഖുൽ ഇസ്ലാമിൻ്റെ പേരിൽ ഇല്ലാത്ത കഥ പറയാൻ കൂടി ധൈര്യം കാണിക്കുന്നു. നമ്മൾ മുമ്പ് വിശദമായി കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ തബ്ലീഗ് ജമാഅത്തിന് നടത്തിയ മുഖാമുഖത്തിൽ തബ്ലീഗയുടെ മുഫ്തി ഔദ്യോഗികമായി വന്ന് ഈ വിഷയം ഉന്നയിക്കുകയും അവിടെ വളരെ വിശദമായി നാം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തതാണ്. ആ ഭാഗം കേട്ടാൽ മനസ്സിലാകുമെന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അവസാനമായൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ലൗഹുൽ മഹ്ഫൂദ് വായിച്ചിട്ടുണ്ട്, അത് വായിക്കാറുണ്ട്, വായിച്ച് പറയാറുണ്ട് എന്നൊക്കെയാണ് ഇബ്നു ഖയ്യിമിൻ്റെ പേരിൽ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് കിതാബിൽ നിങ്ങളെ വക കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങളിവിടെ അവതരിപ്പിച്ചത് എങ്കിൽ അവിടെ ചോദിക്കുന്നു, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ലൗഹുൽ മഹ്ഫൂദ് വായിക്കാറുണ്ട് എന്നും വായിച്ചു പറയാറുണ്ട് എന്നും ഒക്കെ പറഞ്ഞ ആ ഭാഗം നിങ്ങൾക്ക് കാണിക്കാമോ എന്നാണ് 11ാമത്തെ ചോദ്യം. സഹോദരങ്ങളെ, എന്തായിരുന്നാലും അഹ്ലുസുന്നയുടെ നയം എന്താണോ ആ നയത്തിൽ നിന്ന് ബഹുദൂരം പിറകോട്ട് പോയി ഷിയാക്കളുടെ ആശയം ഏറ്റെടുക്കുകയും ആ ആശയത്തെ അഹ്ലുസുന്നയുടെ ആശയമായി പരിചയപ്പെടുത്തുകയുമാണ് ഇവിടെ പ്രസംഗിച്ച ആളുകൾ അലവി സഖാഫി അടക്കമുള്ളവർ ചെയ്തിട്ടുള്ളത്. അതിന് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ മറപിടിക്കുവാൻ, ഹദീസുകളെ മറപിടിക്കുവാനാണ് അവർ ശ്രമിച്ചത്. ഉന്നയിക്കപ്പെട്ട ഹദീസുകളാവട്ടെ പറഞ്ഞ വിഷയവുമായി യാതൊരു ബന്ധവുമുള്ള അതല്ലെങ്കിൽ സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടതല്ല, ദുർബലമായ കഥകളാണ്, നിർമ്മിതമായ കഥകളാണ്. ഇമാമിങ്ങളെ പേര് ആരൊക്കെയോ പറഞ്ഞു പ്രചരിപ്പിച്ച കെട്ടിച്ചമച്ച കഥകളാണ് തെളിവായി കൊണ്ടുവന്നത്. അത് പോരാ. അഖീദ സ്വീകരിക്കാൻ വിശുദ്ധ ഖുർആനിന്റെ വ്യക്തമായ അധ്യാപനം വേണം, പ്രവാചകന്റെ വ്യക്തമായ അധ്യാപനങ്ങൾ വേണം. ഈ പ്രമാണങ്ങൾ പിൻബലമില്ലാതെ എന്തിനാ സഹോദരങ്ങളെ ഈ തെറ്റായ നയം സമുദായത്തിൽ പ്രചരിപ്പിക്കുന്നത്? നിങ്ങൾക്കൊരു പക്ഷേ ദുനിയാവിൽ അതുകൊണ്ട് ലാഭമുണ്ടായേക്കാം, പക്ഷേ അതിനപ്പുറത്ത് പടച്ചറബിന്റെ കോടതിയിൽ ഇതിനൊക്കെ കൃത്യമായി ഉത്തരം പറയേണ്ടി വരുമെന്ന ആ ബോധമെങ്കിലും ഉണ്ടാകണേ എന്നാണ് ഗുണകാംക്ഷയോടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. തീർത്തും ഗുണകാംക്ഷയോടാണ് കാര്യങ്ങൾ സംസാരിച്ചത്. പരിഹസിക്കാതിരിക്കാൻ, അന്യായമായ പദം പ്രയോഗിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് തന്നെ ഒരു ഖണ്ഡനം നടക്കട്ടെ. നിങ്ങൾ ഇനിയും വരണം, അലവി സഖാഫിയെ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അദ്ദേഹം തന്നെ വരട്ടെ. എന്നിട്ട് അങ്ങനെ ഒരു ഖണ്ഡനം ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് പോകാം. പ്രമാണങ്ങൾ മാറ്റുരയ്ക്കട്ടെ, കിതാബുകൾ തമ്മിൽ മാറ്റുരയ്ക്കട്ടെ, ആളുകൾ കേൾക്കട്ടെ.
വരട്ടെ. സമാധാന അന്തരീക്ഷത്തിൽ സ്വസ്ഥമായി എല്ലാവരും കേട്ട്, ആളുകൾ എല്ലാം കേട്ട് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. ആളുകൾ പഴയ കാലത്തെ പോലെയൊന്നുമല്ല. ഇന്ന് ആളുകൾക്ക് സോഷ്യൽ മീഡിയ സംവിധാനമുണ്ട്. ആളുകൾക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ മാത്രമുള്ള പക്വതയും പാകതയുമുണ്ട്. പഴയ കാലത്തെ പോലെ ഒന്നും തിരിയാതെ കേട്ടതെല്ലാം വിശ്വസിച്ച് പോകുന്നതൊക്കെ ആ സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗുണകാംക്ഷയോടെ നമുക്ക് ഈ പ്രോഗ്രാം ഇങ്ങനെ പരമ്പരയായി മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ ഞായറാഴ്ച 4:30 മുതൽ രാത്രി വരെയായി എറണാകുളം ജില്ലയിൽ കൊച്ചിയിൽ വെച്ച് ഒരു ആദർശ മുഖാമുഖം നാം സംഘടിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വിഷയത്തിലാണ് ആ മുഖാമുഖം നടക്കുന്നത്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക. ലൈവായി ഉണ്ടാകും. ഏത് ഭാഗത്തുമുള്ള ആൾക്ക് കേൾക്കാൻ സൗകര്യമുണ്ട്. അതല്ല, ആ ഭാഗത്തുള്ള ആളുകൾ അവിടെ പങ്കെടുക്കാൻ ശ്രമിക്കണമെന്ന് ലൈവിൽ കുറേ ആൾ കേൾക്കുന്നത് കൊണ്ട് അവരുദ്ദേശിച്ചുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എത്തിപ്പെടാൻ കഴിയുന്ന ആൾ എത്തിപ്പെടുക. ഒരു ഇൽമിയായ മജ്‌ലിസാണല്ലോ, ദീനിന് വേണ്ടിയുള്ള ജിഹാദാണല്ലോ. ആ രംഗത്ത് എത്താൻ കഴിയുന്ന ആളുകൾ എത്തുക. അതല്ലെങ്കിൽ ലൈവായി കേൾക്കുക. ഇത്തരം മുഖാമുഖങ്ങളും ഖണ്ഡനങ്ങളും ഒക്കെ ആദർശ പഠനത്തിന് വലിയ സ്വാധീനമുണ്ടാക്കും. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ കാണുന്ന ആളുകളെല്ലാം എത്തിപ്പെട്ടത് ഇത്തരം മറുപടികളും ഖണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളും മുഖാമുഖമൊക്കെ കേട്ടും അതിലൂടെ പഠിച്ചും തന്നെയാണ്. ആ നിലക്ക് ആരോടും പക്ഷപാതിത്വമില്ലാതെ അവിടെ മുമ്പിൽ മടിയറ വെക്കാതെ പടച്ച റബ്ബിന് വേണ്ടി, എൻ്റെ പരലോകത്തിന് വേണ്ടി എന്ന മനസ്സോടുകൂടി നമ്മൾ പഠിക്കാൻ തയ്യാറാവുക. പ്രാർത്ഥിക്കുക. അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി